ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് റവയൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കോക്കനട്ട് ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ചേർത്തിട്ടുള്ളത്. ഓറഞ്ചിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. 1/2 കപ്പ് മുഴുവനായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ചേർക്കാം. ഈ കപ്പ് അളവ് നിർബന്ധമല്ല കേട്ടോ. ഗ്ലാസ്സിനാണെങ്കിൽ ഗ്ലാസ്സിന് അളന്നെടുത്താലും മതി. ഇനി അതേപോലെ തന്നെ 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം നമ്മളിതൊരു പാനിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാനിൽ കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് തടവിയതിന് ശേഷം ഈ ഒരു മിക്സ് നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മളിതൊരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. 15 മിനിറ്റ് ഞാൻ ഒരു പഴയ പാന് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു ലിഡിൻ്റെ ഹോള് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ളൊരു സിറപ്പ് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര ഞാനൊരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് അതേ കപ്പ് തന്നെ ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ഇതുപോലെ ഒന്ന് അതിൻ്റെ ആ ഒരു വെള്ള ഭാഗം കൂടാണ്ടൊന്ന് പീൽ ചെയ്തെടുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓറഞ്ചിൻ്റെ ആ ഒരു ഫ്ലേവർ ഈ ഒരു സിറപ്പിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം നമ്മൾ ഈ ഒരു ഇത് ഉണ്ടാക്കിയ സമയത്ത് കപ്പളവ് നിർബന്ധമില്ലായിരുന്നല്ലോ. അപ്പോൾ എല്ലാം ഗ്ലാസ്സിന് തന്നെ അളന്നാൽ മതിട്ടോ. ഒരു ഗ്ലാസ് ആണെങ്കിൽ അതിൻ്റെ 1/2 ഗ്ലാസ് 1/4 ഗ്ലാസ് അങ്ങനെ എടുക്കുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ഈ ഒരു റവ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടോട് കൂടി തന്നെ നമ്മൾ ഈ ഒരു സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് അതിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ സിറപ്പ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ചൂടോട് കൂടി തന്നെ ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കുക. ആ ഒരു സിറപ്പൊക്കെ നല്ല പോലെ ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു മധുരമൊക്കെ പാകമാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് മധുരം കുറക്കണം എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവൊക്കെ വ്യത്യാസം വരുത്തുക. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബദാം ഒന്ന് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മുറിച്ചെടുക്കുക. തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.